വാക്പോരും തിരഞ്ഞെടുപ്പും ചൂടുപിടിക്കുന്നു. അതിരു കടന്നുള്ള പരാമർശങ്ങൾ വിവാദമാകുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും ആക്രമിച്ച് ആഞ്ഞടിക്കുന്നു. PV അൻവർ MLA പേരിനൊപ്പം ഉള്ള ഗാന്ധി കൂടി വിളിക്കാൻ അർഹതയില്ലാത്ത ആളായ രാഹുൽ ഗാന്ധി മാറിയെന്നും DNA പരിശോധന നടത്തണം. രാഹുൽ ഗാന്ധി ആ പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി വിളിക്കാൻ അർഹതയില്ലാത്ത ഒരു നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്നും, ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്, നെഹ്റു കുടുംബത്തിൻ്റെ ജെനറ്റിക്സ് ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ടെന്ന് അടക്കം ഉള്ള പരാമർശമാണ് PV അൻവർ MLA നടത്തിയത്. ഇതിനെതിരെ UDF കൺവീനർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും PV അൻവർ മുഖ്യമന്ത്രിയുടെ ചാവേറാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയെന്നും MM ഹസൻ പറഞ്ഞു. പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ കണക്കാക്കണം. അൻവറിനെ ന്യായീകരിച്ച് സംരക്ഷിച്ചും മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി പറയുമ്പോൾ ശ്രദ്ധിക്കണം, തിരിച്ചു കിട്ടുമെന്ന് കണക്കാക്കണം. അങ്ങനെയുള്ള വ്യക്തിത്വമല്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് നല്ല മാറ്റം വരുമെന്ന് സൗഹൃദ സംഭാഷണങ്ങളിലും കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇന്ത്യയിലുടനീളം നടന്ന ധാരാളം അനുഭവമൊക്കെ വന്നു എന്നാണ് കരുതിയത്. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് പറയേണ്ട വ്യക്തിയല്ല രാഹുൽ ഗാന്ധി എന്നും പഴയ പേരിലേക്ക് മാറണമോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. ഞാൻ ആവർത്തിച്ച് ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്ന് പിണറായി വിജയൻ വീണ്ടും പറഞ്ഞു. PV അൻവർ MLAയും പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു എന്നും PV അൻവറും പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി CPMലെ PV അൻവർ MLA അടക്കം ചില നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇതുവരെ ഇന്ത്യയിൽ ആരും ഉന്നയിക്കാത്ത നിലവാരമില്ലാത്ത അതിരുകടന്ന അധിക്ഷേപം ഉന്നയിച്ച് വ്യക്തിഹത്യ നടത്തുന്നത് തുടർന്ന് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷം വിളിച്ചു വരുത്തുകയാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിനെല്ലാം കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ CPMന് വളരെ ദോഷം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പത്രിക സ്വീകരിച്ച സാഹചര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ ശേഷം തെരഞ്ഞെടുപ്പ് ഹർജി നൽകുകയാണ് ഇക്കാര്യത്തിൽ പോംവഴിയെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ BG അരുൺ, S മനു എന്നിവരുടെ ബെഞ്ച് ഹർജി തള്ളിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം NDA സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ നിയമയുദ്ധം നടക്കുമെന്ന് തന്നെ വേണം കരുതാൻ. ദല്ലാൽ നന്ദകുമാർ തെളിവുമായി ആരോപണം ശക്തമാക്കുന്നു. ആർക്ക് വേണ്ടി, പിന്നിൽ ആര്? NDA സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ വേണ്ടി 100 കോടി രൂപ കേരളത്തിലേക്ക് പുറപ്പെട്ട ഹവാലക്കാരൻ രാജിവിട്ടു എന്ന ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തി. ഓരോ സ്ഥാനാർത്ഥിയും 5 കോടി രൂപ വീതമായിരുന്നുവെന്നും തലസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അയാൾ രാജ്യം വിട്ടെന്നും നന്ദകുമാർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് കാരണം പല മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് വേറെ പണമില്ലെന്ന് നന്ദകുമാർ പറഞ്ഞു. തൻ്റെ കയ്യിൽ നിന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിച്ചുവെന്നും തിരിച്ചു നൽകിയില്ലെന്നും നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന അവകാശപ്പെടുന്ന ബാങ്ക് രസീതും പത്രസമ്മേളനത്തിൽ കാണിച്ചതിൽ അനിൽ ആന്റണിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷമാണ് 100 കോടി രൂപയുടെ ഹവാല ഇടപാടിനെ പറ്റിയും ഹവാലക്കാരൻ രാജ്യം വിട്ടതെന്നും പറഞ്ഞു. പല രാഷ്ട്രീയക്കാരും ഇതുപോലുള്ള ദല്ലാളന്മാരെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ എപ്പോൾ വേണമെങ്കിലും നേരിടേണ്ടി വരുമെന്ന ഭയം ഉണ്ടാകണമെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം സുപ്രീം കോടതിയിലേക്ക്. വൃന്ദ കാരാട്ടിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ CPM നേതാവ് വൃന്ദ കാരാട്ടിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഇക്കാര്യം പരാമർശിക്കും. നേരത്തെ തന്നെ നിലനിൽക്കുന്ന വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്ന് സുപ്രീം കോടതിയുടെ 21ാമത്തെ വിഷയമായി പരിഗണിക്കാനിരിക്കുന്നുണ്ട്. അത് പരിഗണിക്കുമ്പോഴാണ് മോദിയുടെ പ്രസംഗം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൊണ്ടുവരിക. വിദ്വേഷ പ്രസംഗം പാടില്ലെന്ന് സുപ്രീം കോടതി
പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഓരോ വ്യക്തിയും നടത്തുന്ന പ്രസംഗം എടുത്തു പരിശോധിക്കാൻ പരിമിതികളുണ്ടെന്ന് അറിയിച്ചിരുന്നു. അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ അവിടെ തന്നെ നടപടി എടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ വിദ്വേഷ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മോദി പറയുന്നു. പിണറായിയും PV അൻവറും മോദിയും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണച്ച് SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി. BJPയോട് ഏറ്റുമുട്ടാൻ കരുത്തുള്ള പാർട്ടി കോൺഗ്രസ് മാത്രമാണെന്നും CPM ജയിച്ചാൽ ഏത് നിമിഷവും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുമെന്നും നാസർ ഫൈസി പറഞ്ഞു. CPMന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ കേന്ദ്രഭരണം തുലാസിലാകും നാസർ ഫൈസി ചൂണ്ടിക്കാട്ടി. BJP ജയിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ് തോറ്റാൽ മതിയെന്നാണ് CPM നിലപാട്. കോൺഗ്രസോ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരോ ആണ് ജയിക്കേണ്ടത്. CPM ജയിച്ചാൽ പിണറായിയാണ് നിയന്ത്രിക്കുക, പിന്നീട് പറയേണ്ടതില്ലല്ലോ എന്നും നാസർ ഫൈസി പറഞ്ഞു.